കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കഥാസാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ബോണിയാണ്. അതുപോലെ ഒരു കഥയുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. അതിനു മുമ്പ്, കഥ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കഥാസാരം എന്താണെന്നൊന്ന് പറഞ്ഞേക്കാം അല്ലേ? കഥാസാഗരം ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയാണ്. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കും. നാടോടി കഥകളും മുത്തശ്ശി കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. കഥ മാത്രമല്ല, അവസാനം കുറച്ച് വർത്തമാനമൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലോട്ട് കിടന്നാലോ? ചെറിയൊരു കഥയാണ്, വളരെ പെട്ടെന്ന് തീരുന്നൊരു കഥയാണ്. അപ്പോൾ നമുക്ക് ആ ചെറിയൊരു കഥ കേട്ടിട്ട് മടങ്ങി വരാം. ഇതൊരു അറേബ്യൻ നാടോടി കഥയാണ്. അപ്പോൾ വളരെ രസകരമായ ഒരു കഥയാണ്. മുതുകിൽ വലിയൊരു കൂനുള്ള കാസിം എന്ന ചെറുപ്പക്കാരന് കാട്ടിൽ മരം വെട്ടലായിരുന്നു ഉപജീവന മാർഗം. ഒരു ദിവസം മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കാട്ടിൽ അതിശക്തമായ മഴ പെയ്തു തുടങ്ങി. മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ മറ്റൊരു മരത്തിൻ്റെ വലിയ പൊത്തിൽ കയറിയിരുന്നു. മണിക്കൂറുകളോളം പെയ്ത ആ മഴ കാട്ടുപാതകളെ വരെ വെള്ളത്തിനടിയിലാക്കി. അല്പസമയം കഴിഞ്ഞപ്പോൾ കുറച്ച് രാക്ഷസന്മാർ അവിടെ വന്ന് ആ മഴയത്ത് നൃത്തം ചെയ്യാൻ തുടങ്ങി. കാസിം ആകെ പേടിച്ചുപോയി. താനിരിക്കുന്ന മരത്തിൻ്റെ നേരെ താഴെ നിന്ന് നൃത്തം ചെയ്യുന്ന രാക്ഷസന്മാർ തന്നെ കണ്ടാലുള്ള അവസ്ഥയോർത്ത് കാസിം പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. വിറയൽ എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ വിറയൽ. കൈയും കാലും ഒന്നും പിടുത്തം കിട്ടുന്നില്ല, അത്രയ്ക്ക് വിറയൽ. അങ്ങനെ ആ പേടി മൂലമുള്ള വിറയൽ കാരണം അയാൾ മരപ്പൊത്തിൽ നിന്നും രാക്ഷസന്മാരുടെ മുന്നിൽ വന്നു വീണു. മുതുകിൽ വലിയൊരു കൂനുമായി നിലത്ത് കിടക്കുന്ന കാസിമിനോട് രാക്ഷസന്മാർ എഴുന്നേറ്റ് തങ്ങൾക്കൊപ്പം നൃത്തം ചെയ്യാൻ ആവശ്യപ്പെട്ടു. കാസിമിന് നൃത്തം ചെയ്യാൻ അറിയില്ല എങ്കിലും രാക്ഷസന്മാരുടെ നിർദ്ദേശപ്രകാരം പേടിച്ചയാൾ നൃത്തം ചെയ്തു. ഒരു കോമാളി നൃത്തമായിരുന്നു. നൃത്തം രാക്ഷസന്മാർക്ക് ഇഷ്ടപ്പെട്ടു. അവർ ആർത്തുല്ലസിച്ച് ചിരിച്ചു. അത്രയ്ക്ക് രസകരമായിരുന്നു ആ നൃത്തം. അപ്പോൾ നൃത്തം ഇഷ്ടപ്പെട്ടതുകൊണ്ട് രാക്ഷസന്മാർ കാസിമിനോട് അടുത്ത ദിവസവും അവിടെ വന്ന് നൃത്തം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരിൽ ചിലർക്കൊരു സംശയം, ഇയാളിനി അടുത്ത ദിവസം വന്നില്ലെങ്കിലോ? അപ്പോൾ അവരുടെ നേതാവ് പറഞ്ഞു, അടുത്ത ദിവസം ചിലപ്പോൾ നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിലോ, അതുകൊണ്ട് ഞാൻ നിൻ്റെ മുതുകിലെ കൂന് എടുത്തു മാറ്റുകയാണ്. നാളെ നീ വന്നാൽ ഈ കൂന് തിരികെ തരാം, രാക്ഷസന്മാരുടെ തലവൻ പറഞ്ഞു. പക്ഷേ കൂന് മാറിയതിൽ സന്തോഷവാനായ കാസിം പിന്നീട് കാട്ടിലേക്ക് തിരിച്ചുപോയില്ല. കാസിമിന് കൂന് മാറിയ വിവരം ആ നാട്ടിലാകെ പാട്ടായി. മുടന്തനായ എന്നാൽ അസൂയാലുവായ ഹക്കീം എന്ന ആൾ കാട്ടിൽ പോയി രാക്ഷസന്മാരുടെ മുന്നിൽ ചെന്ന് നൃത്തം ചെയ്ത് മുടന്ത് മാറ്റാൻ തീരുമാനിച്ചു. എന്നാൽ മുടന്തനായ ഹക്കീമിൻ്റെ നൃത്തം രാക്ഷസന്മാരെ ദേഷ്യം പിടിപ്പിക്കുകയാണ് ചെയ്തത്. അവർക്ക് തോന്നി അയാൾ അവരെ കളിയാക്കുകയാണ്. അവർ ദേഷ്യത്തോടെ നേരത്തെ മാറ്റിവെച്ചിരുന്ന കാസിമിൻ്റെ കൂനുകൂടി മുടന്തനായ ഹക്കീമിൻ്റെ മുതുകത്ത് വെച്ചു കൊടുത്തു. മുടന്ത് മാത്രമുണ്ടായിരുന്ന ഹക്കീം മുതുകത്ത് ഒരു കൂനുമായി എത്തിയതറിഞ്ഞ് നാട്ടുകാരെല്ലാം ആർത്ത് ചിരിച്ചു. ഇത്രയുമാണ് കഥ. കഥ എങ്ങനെയുണ്ട്? രസകരമായ കഥയില്ലേ? ലോറൽ മരത്തിൻ്റെ ഇലകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്ന് എടുത്ത ഒരു കഥയാണ്. ഈ മുടന്തൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ചിരി വരും അല്ലേ? ഇതൊരു മനുഷ്യൻ്റെ സ്വഭാവമാണ്, പൊതുവേ ഉള്ള സ്വഭാവമാണ്. ഒരാൾക്ക് അവിടെ പോയി എന്തെങ്കിലും കിട്ടിയെന്നറിഞ്ഞാൽ വീണ്ടും അടുത്ത ആളും അങ്ങോട്ട് ചെല്ലും. ഒരാൾ ഒരു ജോലിക്ക് പോയെന്നറിഞ്ഞാൽ അല്ലെങ്കിൽ ആ ജോലി
തേടി മറ്റൊരാളും പോകും. അങ്ങനെയൊക്കെയല്ലേ പൊതുവെ മനുഷ്യരുടെ കാര്യം. എപ്പോഴും നമ്മൾ ചുറ്റുമുള്ളവരെ നോക്കിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നോർത്താൽ ഒരു കോപ്പി കാറ്റ് കണക്കാണ്. മനുഷ്യരെല്ലാം അയാൾക്ക് അവിടെ ജോലി ശരിയായി, എന്നാൽ പിന്നെ ഞാനും പോയി അവിടെ ഒരു ജോലി നോക്കാം. പലപ്പോഴും ചിന്തിക്കത്തില്ല ആ ജോലി അയാൾക്ക് അനുയോജ്യമാണോ അല്ലയോ എന്ന്. ഒരാൾ അതുകൊണ്ട് ധനവാനാണെങ്കിൽ എനിക്കും ധനമുണ്ടാക്കിക്കൂടെ എന്ന് വിചാരിച്ച് പലപ്പോഴും ആ ജോലി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പരാജയപ്പെടുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അല്ലേ? അങ്ങനെ എത്രയോ പേരുണ്ട്. ഒരാൾ ബിസിനസ് ചെയ്ത് വിജയിക്കുമ്പോൾ അടുത്ത ആളും ബിസിനസ് ചെയ്യാനായിട്ട് ചാടി പുറപ്പെടുന്നു. അയാളുടെ കണക്ക് പണക്കാരനാകും. പലപ്പോഴും അത് വലിയ കടക്കെണിയിലൊക്കെ ചെന്ന് എത്തിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസവും, അടുത്ത വീട്ടിലെ കൂട്ടുകാരൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്നു വിചാരിച്ചു. അപ്പോൾ ഇപ്പുറത്തെ വീട്ടിലെ കൂട്ടുകാരനും മാതാപിതാക്കളും ഒക്കെ ചേർന്ന് തീരുമാനമെടുക്കുകയാണ്, എന്നാൽ പിന്നെ എഞ്ചിനീയറിങ്ങിന് അങ്ങോട്ട് പൊയ്ക്കളയാൻ. പക്ഷേ ചിലപ്പോൾ അയാൾ വിജയിക്കുമായിരിക്കും, പഠിച്ച് നല്ല രീതിയിൽ മാർക്കൊക്കെ വാങ്ങിച്ച് ചിലപ്പോൾ നല്ലൊരു ജോലിയിലൊക്കെ എത്തിച്ചേർന്നിരിക്കാം. പക്ഷേ അത് കണക്ക് ഈ വിജയം ഇവിടെ ആവർത്തിക്കണമെന്ന് നിർബന്ധമില്ല. എപ്പോഴും അഭിരുചിയാണ് പ്രധാനം. നമുക്കെന്ത് അഭിരുചിയുണ്ടോ? എല്ലാവരും വ്യത്യസ്തരാണ്, എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട്, വ്യത്യസ്തമായ കഴിവുകളുണ്ട്. ആ കഴിവുകൾ നമ്മൾ തിരിച്ചറിയുക, അതാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പാഠമെന്ന് പറയുന്നത്. ഒരാൾ ഡാൻസ് ചെയ്യുന്നത് കണ്ട് മറ്റൊരാൾ ഡാൻസ് ചെയ്യാൻ പോയാൽ അത് ചിലപ്പോൾ ശരിയാവണമെന്നില്ല, മറ്റേ ആൾ ചെയ്ത കണക്കൊന്നും വരണമെന്നില്ല. ഡാൻസ് ആയിരിക്കാം, പക്ഷെ അതൊരു വേറെന്തോക്കെ ആയി കാണുന്നവർക്ക് തോന്നാം. ഇവിടെ മുടന്തന്നെ പറ്റിയതും അതാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മളിൽ ഒരു അസൂയ പിടിച്ചൊരു മനുഷ്യനുണ്ട്. അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, പൊതുവെ മനുഷ്യരെല്ലാം അങ്ങനെ തന്നെയാണ് അല്ലേ? ആന്തരികമായൊരു മത്സരബുദ്ധിയുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ളവരുമായിട്ട് നമുക്കൊരു മത്സരബുദ്ധിയുണ്ട്. നമുക്ക് അവരെക്കാട്ടിയും മികച്ചു നിൽക്കണം. അപ്പോൾ നമുക്ക് ഉള്ളിലുള്ള കഴിവുകൾ അല്ലെങ്കിൽ ജന്മനാ ഉള്ള കഴിവുകൾ നമ്മൾ തിരിച്ചറിയാതെ പോകും. നമ്മുടെ ജന്മനാ ഉള്ള കഴിവുകളും അല്ലെങ്കിൽ നമുക്ക് എന്തിനോടെങ്കിലും തീവ്രമായ ഒരു അഭിലാഷമുണ്ടെങ്കിൽ അതൊക്കെയാണ് നമ്മൾ പരിപോഷിപ്പിക്കേണ്ടത്. ധനത്തിന് മുൻതൂക്കം നൽകി പലപ്പോഴും നമ്മൾ തൊഴിലിന് തന്നെ പോകുന്നത്. ധനമാണ് പ്രധാനം. പലപ്പോഴും നമുക്ക് ആ ജോലിയിൽ നിന്ന് ആ വിചാരിച്ച ഒരു നിർവൃത്തി, ഒരാനന്ദം നമുക്ക് ലഭിക്കുകയില്ല. പണം ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം, ഇല്ലായിരിക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കുക അല്ലേ? മനസ്സിനെ പിന്തുടരുക, മനസ്സിൽ ചോദ്യങ്ങൾ ചോദിക്കുക. മനസ്സിൽ ചില ആഗ്രഹങ്ങളുണ്ട്, മനസ്സിൻ്റെ ചില ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ഉള്ളിലോട്ട് നമ്മൾ നോക്കുക, അല്ലെങ്കിൽ ആ മനസ്സിൻ്റെ ചേതനകൾ മനസ്സിലാക്കുക എന്നൊക്കെ ഉള്ളൊരു കാര്യം കൂടിയുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇവിടെ കൂനന് വലിയൊരു അനുഗ്രഹമാവുകയാണ് അല്ലേ? ഒരാപത്ത് ഒരു അനുഗ്രഹമായിട്ടൊക്കെ മാറിത്തീരുകയാണ്. അങ്ങനെയാണ് ചില സമയത്ത് നമുക്ക് ചില കഷ്ടകാലങ്ങൾ ചില നല്ല കാലത്തിലോട്ടൊക്കെ ചെന്ന്, അങ്ങനെ വാക്കുപയോഗിക്കുന്നത് തന്നെ ശരിയാണോന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു കഷ്ടകാലവും നല്ല കാലവും ഒക്കെ ഉണ്ടോ? എല്ലാവരും യാത്രയല്ലേ. പക്ഷേ എന്നാലും നമ്മൾ നിർവചിക്കാറുണ്ടല്ലേ കഷ്ടകാലം നല്ല കാലം എന്നൊക്കെ പറയും. അപ്പോൾ ആ കഷ്ടകാലം കഴിയുമ്പോൾ അല്ലേ, അതിൻ്റെ ഒരു ഫലമായിട്ട് ചിലപ്പോൾ ചില നല്ല കാലം ഉടലെടുക്കാറുണ്ട്. ചില മാറ്റങ്ങൾ ജീവിതത്തിൽ ഒരു ഉന്നമനം ഒക്കെ ഉണ്ടാകാറുണ്ട്. അതാണ് ഇവിടുത്തെ കൂനുള്ള കാസിമിന് സംഭവിച്ചത്. ഇവിടെ പൊതുജനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കഥയുടെ അവസാനം പറയുന്നുണ്ട്, നാട്ടുകാരെല്ലാം ആർത്തു ചിരിച്ചു എന്നാണ് പറയുന്നത്. അതെ, ഇന്നും അതല്ലേ. പലപ്പോഴും ഒരാളുടെ അപജയം അല്ലെങ്കിൽ പതനം ഇതൊക്കെ ഏറെ ഘോഷിക്കപ്പെടുകയാണ് അല്ലേ, ആഘോഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ എന്ത് രസമെന്ന് പറയുന്നതൊക്കെയാണ് എപ്പോഴും അന്നും ഇന്നുമൊക്കെ പൊതുജനം എന്ന് പറയുന്നത് അല്ലേ. ഒരാളുടെ വീഴ്ച ഉണ്ടാകുമ്പോൾ ഒരു ആർദ്രമായ മനസ്സോടുകൂടി സമീപിക്കുന്നവർ വളരെ ചുരുക്കമാണ്. അയാൾക്കുണ്ടായ അവസ്ഥ എനിക്കും ഉണ്ടാകാം എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികൾ അപൂർവമായിരിക്കും. അപ്പോൾ മുടന്തന് ഈ അപജയം സംഭവിച്ചപ്പോൾ നാട്ടുകാരെല്ലാം ആർത്ത് ചിരിച്ചെന്നാണ് പറയുന്നത് അല്ലേ. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരാളുടെ വീഴ്ച പലപ്പോഴും അബദ്ധങ്ങൾ അല്ലേ പലപ്പോഴും നമ്മൾ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് കടന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മുടന്തനായ ഹക്കീമിനെ
ഉപദേശിക്കാനും ചിലർ ഉണ്ടായിരുന്നിരിക്കും ആ നാട്ടിൽ. ഇത് എൻ്റെ ഒരു നിരീക്ഷണമാണ്. ആ കഥയെ വേറൊരു രീതിയിൽ ഞാൻ നോക്കിക്കാണുകയാണ്. ഇത് എൻ്റേതായ ഒരു നിരീക്ഷണമാണ് ആ കഥയിൽ. ഇദ്ദേഹം എങ്ങനെ രാക്ഷസന്മാരുടെ അടുത്തേക്ക് പോയി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പറ്റം ഉപദേശങ്ങൾ നൽകാൻ തയ്യാറെടുത്ത് നടക്കുന്ന, ഉപദേശങ്ങൾ ചോദിക്കാതെ തന്നെ നൽകാൻ തയ്യാറെടുത്ത് നടക്കുന്ന കുറേ ആൾക്കാർ എല്ലാ നാട്ടിലുമുണ്ട്. അത്തരത്തിൽ ചില നാട്ടുകാർ അദ്ദേഹത്തെ ഉപദേശിച്ച് കാണും. എടാ, നീ ഇങ്ങനെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നീ രക്ഷപ്പെടും. എല്ലാവരും കൂടെ ഇങ്ങനെ ഉപദേശിച്ചപ്പോൾ ഹക്കീമിനും തോന്നിക്കാണും എന്നാലൊന്ന് പൊയ്ക്കളയാം. എന്തായാലും അതൊരു നല്ല ബുദ്ധിയായിരുന്നില്ല. ആ പോക്ക് എന്താ പറയുക, കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ കണക്ക് ഉള്ളൊരു അവസ്ഥയായിരുന്നു. മുടന്ത് കൂടാതെ ഒരു കൂനുമായിട്ടാണ് തിരിച്ചു വന്നത്. ഞാനങ്ങനെ ഒരു കൂട്ടിച്ചേർക്കൽ നടത്തുകയാണ് ഈ കഥയിൽ. അങ്ങനൊരു വായന കൂടി നടത്തണം. കുറേ പേര് ഉപദേശിക്കാനുണ്ടായിരുന്നിരിക്കാം. ഈ പാവപ്പെട്ട ഹക്കീമിനെ പറഞ്ഞിളക്കി അങ്ങോട്ട് തള്ളിവിടാൻ ഒരു പറ്റം ആൾക്കാരുണ്ടായിരുന്നിരിക്കാം. ഇവരും കൂടെ കൂടിക്കാണും അവസാനം, ആർത്ത് ചിരിക്കാൻ അവരും കൂടിക്കാണും. അതാണ് ജനം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.